രാക്ഷസൻ പോർത്തോയിലിന് ശേഷം തമിഴിന് റിലീസ് ചെയ്ത അത്യാവശ്യം ഒരു ഡീസന്റ് ക്രൈം ത്രില്ലറാണ് രണം സ്റ്റാറിംഗ് വൈഭവ് റെഡ്ഡി. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. പല ഭാഗത്തു നിന്ന് കുറെ ബോഡി പാർട്സ് കിട്ടും. അപ്പൊ ആ കേസ് അന്വേഷണത്തിന് പോലീസിനെ സഹായിക്കുന്ന നായകൻ. ഇതാണ് സിനിമയുടെ ഒരു വൺ ലൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. അതായത് ഹോണ്ടഡ് പാസ്റ്റ് ഉള്ള നായകനാണ്. അപ്പൊ ആ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുമ്പോൾ അത്യാവശ്യം വലിയ സുഖമൊന്നും തോന്നിയില്ല. പക്ഷെ ടുവേർഡ്സ് ഇന്റർവെൽ ഒക്കെ BGM ഒക്കെ ഇട്ടിട്ട് നല്ല 2-3 ട്വിസ്റ്റും ടേൺസ് ഒക്കെ വന്നിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ എല്ലാ ക്രൈം ത്രില്ലറും പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ സിനിമയിലും വന്ന സാധനം തന്നെയാണ്. അതിലും 1-2 ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് രസമുണ്ട്. ഇപ്പൊ നമുക്ക് കണ്ടിരിക്കാം. ഈ തല്ലിപ്പൊളി എന്ന് നമുക്ക് പറഞ്ഞാൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഈ രാക്ഷസനും അതുപോലെ പോർത്തോയിലിന്റെ ക്വാളിറ്റിയും നിങ്ങൾ ദയവിത് എക്സ്പെക്ട് ചെയ്യരുത്. എനിക്ക് വൈഭവ് റെഡ്ഡിയുടെ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് തോന്നിയത്. ബാക്കി നായികയായിട്ട് അഭിനയിച്ചതൊന്നും അത്ര നല്ല പെർഫോമൻസ് ഒന്നും തോന്നിയില്ല. ഒരു ഡീസെന്റ് ത്രില്ലർ.